നിലമ്പൂർ പൂക്കോട്ടുംപാടം സംസ്ഥാന പാത അടച്ച കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കും. ഈ ഭാഗത്ത് നമുക്ക് നിങ്ങൾ വീഡിയോ കാണാൻ താല്പര്യമുള്ളവരുണ്ടായിരിക്കും. കാരണം നമ്മളെ ഇപ്പോഴത്തെ എന്തായി വർക്ക്, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ നിലമ്പൂരിൻ്റെ റോഡിൻ്റെ അവസ്ഥ എന്നുള്ള കാര്യം അറിയാൻ താല്പര്യമുള്ള കുറേ ആൾക്കാരുണ്ടായിരിക്കും. ഇപ്പോൾ ലൈവായിട്ട് നമ്മളിവിടെ അവർ മൊത്തത്തിൽ താഴ്ത്തിയിട്ടുണ്ട്. അതായത് ഓൾറെഡി അവിടെ ഒരു ഹൈറ്റുള്ള ഏരിയ ആയിരുന്നു, അത് താഴ്ത്തി നമ്മളിത് അടിപ്പാത കൊടുക്കാനും വേണ്ടിയിട്ടാണ്. അടിപ്പാത നമ്മൾ താഴെ വാഹനങ്ങളെല്ലാം താഴെ കൂടെയും ട്രെയിന് മുകളിലൂടെയാണ് ഇനി സഞ്ചരിക്കുക. 7 മാസമാണ് നമ്മൾ ഇത് ഗേറ്റ് അടവ് പറഞ്ഞിട്ടുള്ളത്. 7 മാസത്തിനുള്ളിൽ തീരട്ടെ എന്ന് വിചാരിക്കുന്നു. ഇത് ഇപ്പോൾ നമ്മൾ നിലമ്പൂരിൽ നിന്ന് പൂക്കോട്ടുംപാടം അല്ലെങ്കിൽ കാളിയാവ് അല്ലെങ്കിൽ കൂറ്റമ്പാറ ഭാഗത്തിലേക്കൊക്കെ പോകുന്ന ആളുകൾ ചെറിയ വാഹനങ്ങളാണെങ്കിൽ ഒന്നെങ്കിൽ വല്ലപ്പുഴ വഴി വന്നു കഴിഞ്ഞാൽ നേരെ ഡിപ്പോയിലേക്ക് എത്തും, അല്ലെങ്കിൽ മുതിരിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഡിപ്പോയിലേക്ക് വരാം. അല്ലെങ്കിൽ കുറച്ചും കൂടി വലിയ വാഹനങ്ങളാണെങ്കിൽ നിലമ്പൂരിൽ നിന്ന് വരുന്നവർ അമ്പലപ്പടിയിൽ നിന്ന് നേരെ കൂറ്റമ്പാറയിലേക്ക് ചാടാനുള്ള വഴിയുണ്ട്. വലിയ വലിയ ബസ്സുകളാണെങ്കിൽ കരുളായിൽ പോയി കരുളായിൽ നിന്ന് നേരെ പൂക്കോട്ടുംപാടത്തേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. ഇത് ഒട്ടുമിക്ക വണ്ടികൾക്കും അറിയുന്നതായിരിക്കും. ദൂരെ നിന്ന് വരുന്നവർക്ക് ഇതാണ് ഏക മാർഗം. അല്ലെങ്കിൽ പൂക്കോട്ടുംപാടത്ത് നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ നേരെ ഡിപ്പോ വഴി, ഡിപ്പോന്ന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, നേരെ വല്ലപ്പുഴയിലേക്ക് ചാടും. ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ ഒരു മനോഹരമായ പാതയാണ്. ഫുൾ മരങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു കാടിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ഒരു പ്രതീതിയാണ് റെയിൽവേ. ഇവിടെ തേക്കുകളുടെ നാടാണ്. ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. താല്പര്യം റെയിൽവേയിൽ വരുന്നവർ ഇവിടെ ഇറങ്ങിയതിന് ശേഷം, റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം നിലമ്പൂരിലേക്ക് വണ്ടി കയറിയാൽ മതി. ഇതാണ് ഇന്നത്തെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റാറ്റസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ നിലമ്പൂരിനെ പറ്റിയുള്ള ഇനി റെയിൽവേയുടെ അപ്ഡേഷനെ പറ്റി നമുക്ക് പരമാവധി നമ്മളെ ചാനലിൽ ഇടുന്നതായിരിക്കും. ഇപ്പോഴത്തെ ലൈവ് സ്റ്റാറ്റസ്, പഴമയുള്ള കുറേ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളെ റെയിൽവേയിലുണ്ട് കേട്ടോ. ഒരുപാട് കണ്ടിരിക്കാൻ പറ്റിയ പഴയ രീതിയിലുള്ള ബിൽഡിങ്ങുകൾ ഒരുപാടുണ്ട്. ഇതാണ് ക്ലോസ്. ഇവിടുന്ന് അങ്ങോട്ട് വാഹനങ്ങൾ കിടക്കുന്നതല്ല. ഇവിടുന്ന് നേരെ ഇത് നിലമ്പൂർ വഴി, ഇത് രാമൂത്ത് വഴി.